ശത്രുപടയെ നേർക്കുനേർ പോരാടി തോൽപ്പിച്ച വീര സൈനികരുടെ വിജയസ്മരണകൾക്ക് മുന്നിൽ രാജ്യം നമസ്കരിച്ച ദിവസമായിരുന്നു ഇന്നലെ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികം. 1999 ഓപ്പറേഷൻ വിജയിലൂടെ ജമ്മു കാശ്മീരിലെ തന്ത്രപ്രധാനമായ മേഖലകൾ കയ്യേറാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തിയായിരുന്നു. കാർഗിൽ വിജയ ദിവസത്തോടനുബന്ധിച്ച് രാജ്യത്ത് അനുസ്മരണ പരിപാടികൾ നടക്കുന്നതിനിടെ പുറത്തു വന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട്. ഇന്ന് ആലപ്പുഴയിൽ വെച്ച് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളന പരിപാടിയിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റിന് ആദരമർപ്പിക്കാൻ തയ്യാറാവുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ. അതും പാക് പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്ന പർവേസ് മുഷറഫിന്. ആലപ്പുഴയിലെ പോളി ജോർജ് നഗറിലാണ് ഇന്ന് സമ്മേളനം നടക്കുന്നത്. യൂണിയന്റെ 23ാമത് സംസ്ഥാന സമ്മേളനമാണിത്. KC വേണുഗോപാൽ MP ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി പ്രമുഖരെ സമ്മേളനത്തിൽ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതിനൊപ്പമാണ് പാക് മുൻ പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പർവേസ് മുഷറഫിന്റെ നിർദ്ദേശപ്രകാരമാണ് നുഴഞ്ഞുകയറ്റക്കാർ കാശ്മീരിൽ എത്തിയതും ഭാരതത്തിന്റെ 527 സൈനികരെ വധിച്ചതും 1000-ലധികം സൈനികരെ പരിക്കേൽപ്പിച്ചതും. ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറിയ പാകിസ്ഥാന് ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകി രാജ്യത്തിന്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തിയ ഇന്ത്യൻ സൈനികരോടുള്ള അനാദരവ് തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയന്റെ ഈ നടപടി. പാക് സൈനികരുടെ പിടിയിലായ സൈനികർ അനുഭവിച്ച കൊടും ക്രൂരതകൾ ഓർത്ത് ഇന്നും രാജ്യം നടുങ്ങാറുണ്ട്. 1998 പാകിസ്ഥാൻ സൈനിക മേധാവിയായി മുഷറഫ് സ്ഥാനം ഏറ്റെടുത്തതു മുതൽ കാർഗിൽ യുദ്ധത്തിന്റെ നീക്കങ്ങൾ തുടങ്ങിയതായി പിന്നീട് ഇന്ത്യക്ക് മനസ്സിലായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ യുദ്ധത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിച്ചു. തീവ്രവാദികളിൽ കുറ്റം ചുമത്തി കൈകഴുകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നന്നായിരിക്കുന്ന സമയത്താണ് ഈ കൊടും ചതി നടന്നത്. അങ്ങനെയുള്ള പർവേസ് മുഷറഫിനാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയന്റെ ശ്രദ്ധാഞ്ജലി. ഇനി എന്നാണ് ഇവർ തീവ്രവാദ ഫണ്ടിങ്ങിന് ലോൺ അനുവദിക്കുന്നത് എന്നേ അറിയാനുള്ളൂ.